നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ആത്മീയ യാത്രയ്ക്കായി ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. ഇവിടെ CPM ചാസ്റ്റിറ്റി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന ഒരു ബോർഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചാസ്റ്റിറ്റി എന്നാൽ പവിത്രമായ എന്നാണ് അർത്ഥം. ചാസ്റ്റിറ്റി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ചാസ്റ്റിറ്റി എന്ന വാക്കിന് ചാരിറ്റിയും പൊളിറ്റിക്സും ചേർന്ന ഒരു വാക്കായിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നാടിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ള ഏതാനും പേരെ സംഘടിപ്പിക്കാൻ കുറേ വർഷങ്ങളായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും മറ്റു പല വ്യക്തിപരമായ താല്പര്യങ്ങളുമെല്ലാം തടസ്സമായി വന്നതുകൊണ്ട് പലരും തുടക്കത്തിൽ വരികയും ഏതാനും നാൾ കഴിഞ്ഞാൽ പിന്മാറുകയും ചെയ്യുകയാണ്. ചാസ്റ്റിറ്റി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കേരളത്തെ 5 വർഷം കൊണ്ട് ലോകത്ത് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള, ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സുന്ദരമായ സംസ്ഥാനമാക്കി മാറ്റുക എന്നത് തന്നെയാണ്. ഇതിനു വേണ്ടിയുള്ള 200 പ്രായോഗിക പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ CPM എന്ന ചാസ്റ്റിറ്റി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ചുരുങ്ങിയത് 10 വീടുകൾ, അതിൽ കൂടുതൽ കഴിയുമെങ്കിൽ വളരെ നല്ലത്, ഏറ്റവും ചുരുങ്ങിയത് 10 വീടുകളുടെ ആരോഗ്യം, ഭക്ഷണം, പാർപ്പിടം, സുരക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അതിൽ ആവശ്യമായ സഹായങ്ങളും കൗൺസലിങ്ങും സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ചും എല്ലാം നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൽ അംഗങ്ങളാവുന്നവർ പ്രാഥമികമായി ചെയ്യേണ്ടത്. നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിധേയത്വവും അമിതമായ വിധേയത്വവും വ്യക്തി ആരാധനയുമെല്ലാം മാറ്റിവെച്ച് എപ്പോഴും എൻ്റെ നാട്, എൻ്റെ രാജ്യം, എൻ്റെ ലോകം, എൻ്റെ ഭൂമി എന്നൊരു ചിന്തയിലേക്ക്, അതാണ് ആത്മീയ ചിന്ത. സത്യം, ധർമ്മം, നീതി, നിഷ്പക്ഷത, സർവജീവ സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നതാണ് നമ്മൾ രാഷ്ട്രീയത്തിന് നൽകുന്ന നിർവചനം. ഈ നിർവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും, 50% നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്കിലും പറ്റാവുന്ന ഒരു ചെറിയൊരു ഭാഗം നിത്യവും നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി, സർവ്വജീവികൾക്കും വേണ്ടി മാറ്റിവെക്കാൻ മനസ്സുള്ള ആർക്കും ഇതിലേക്ക് വരാം. നിങ്ങളുടെ രാഷ്ട്രീയം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, നിങ്ങളുടെ ആരാധനാ രീതിയോ ആചാര രീതികളോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. എല്ലാവരെയും നമ്മൾ ജീവനുകളായി കാണുന്നു, ഈ പ്രകൃതിയുടെ, ദൈവത്തിൻ്റെ സന്താനങ്ങളായി കാണുന്നു. ദൈവമെന്നാൽ നമുക്ക് നന്മയാണ്, ഏതെങ്കിലും വ്യക്തിയോ പ്രവാചകനോ അവതാരമോ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ദൈവമെന്നാൽ പ്രകാശമാണ്, നന്മയാണ്, ദയയാണ്, സ്നേഹമാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക്, മതത്തിനതീതമായിട്ടുള്ള ഈ ഒരു ഈശ്വര വിശ്വാസത്തിലേക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സംരംഭത്തിൽ എന്നോടൊപ്പം ചേരാം. ഒരു 10 വീടുകളെ, തൻ്റെ ചുറ്റുമുള്ള 10 വീടുകളെ, വീണ്ടും ആവർത്തിക്കുകയാണ്, തൻ്റെ ചുറ്റുമുള്ള ഏറ്റവും ചുരുങ്ങിയത് 10 വീടുകളുടെ കാര്യം ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, അതിനു വേണ്ട പരിശീലനം നിങ്ങൾക്ക് നൽകും. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കറകളഞ്ഞ വ്യക്തിത്വങ്ങൾ ഉയർന്നു വരണം. അവർ നമ്മുടെ പഞ്ചായത്തുകളുടെ ഭരണം, നമ്മുടെ ജില്ലയുടെ ഭരണം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ജനത ആദ്യം തിരുത്തപ്പെട്ടേ തീരൂ. നമ്മൾ തിരുത്തപ്പെടാത്തതാണ് ഇവിടെയുള്ള സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നുള്ളത് മനസ്സിലാക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊന്നും നേടാനില്ല, പകരം നമുക്കെല്ലാം അങ്ങോട്ട് നൽകാനാണുള്ളത്. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ശൈലി നമുക്കില്ല. നമ്മൾ കേന്ദ്ര ഭരണത്തിനൊപ്പം നിൽക്കും, സംസ്ഥാന ഭരണത്തിനൊപ്പം നിൽക്കും. അവിടെ ആര് ഭരിച്ചാലും അവരോടൊപ്പം നിന്ന് അവരിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിയെടുത്ത് നമ്മുടെ നാടിനു വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരു പ്രായോഗിക സമീപനം
സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടമായി ശുദ്ധമായ ജനാധിപത്യ രീതിയിൽ തന്നെ തീരുമാനിക്കുന്നതാണ്. ഈ ഒരു സംരംഭത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു ഗ്രൂപ്പ് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ വാട്സപ്പിൽ ജോയിൻ ചെയ്യാം, എന്നോടൊപ്പം ചേരാം. ഞാൻ സൗകര്യം പോലെ അടുത്ത ഏതാനും ദിവസങ്ങൾ ഞാൻ തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്, വിശദമായി സംസാരിക്കാവുന്നതാണ്. നമുക്ക് ഓരോ പ്രദേശത്തും കേരളത്തിലാകെ ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കണം. നമുക്ക് കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു വലിയ ശ്രമത്തിന് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തീർച്ചയായിട്ടും വായിക്കണം. അവിടെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ യാത്രയ്ക്ക് ഉള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്തേ.